ഓഹോ, അപ്പൊ ഇതായിരുന്നു അല്ലേ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ സൂക്കേട് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ പ്ലീസ് പ്ലീസ് നിധി. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ ഒട്ട് താല്പര്യം ഇല്ലാഞ്ഞിട്ട് കൂടി ഗീതമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. ഇവിടെ വന്നപ്പോഴല്ലേ നിങ്ങളുടെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ചതിച്ച് കല്യാണം കഴിച്ചതുപോലെ എന്നെ സ്വന്തമാക്കാൻ നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. നിങ്ങളുടെ മനസ്സിൽ എന്നെ സ്വന്തമാക്കാന്നുള്ള വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യും. കഴിഞ്ഞോ? നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞോ? ഇനി ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കാവോ? ഇതൊന്നും ഞാനല്ല ചെയ്തത്, ഇതൊന്നും എന്റെ പ്ലാനും അല്ല. എനിക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും നിങ്ങളുടെ പ്ലാൻ അല്ല, ഇതെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്ത കാര്യങ്ങളാണ്. ഇതിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല നിധി. ഇതെല്ലാം നിങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷേ അതാണ് സത്യം. നിധി, എനിക്ക് ഒരു ചാൻസ്, ഒരു തവണ ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ നീ തയ്യാറായാൽ മതി. എനിക്കെന്നെ മനസ്സിലാകും. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങൾ ഇത്രയൊക്കെ മനസ്സിലായില്ലേ ചന്തുവേട്ടാ? ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാനാ? നിധി, നീ മനസ്സിലാക്കിയതുപോലെ അല്ല ഞാൻ. ശരി, സമ്മതിച്ചു. ഞാൻ മനസ്സിലാക്കിയതുപോലെ അല്ല നിങ്ങൾ എന്ന് കരുതി ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എല്ലാം ഞാൻ അപ്പാടെ മറക്കണമെന്നാണോ? അതെല്ലാം മറക്കണമെന്നല്ല, പക്ഷെ നീ എന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകൾ അതൊന്നും മാറ്റാൻ ശ്രമിക്കണം. അതൊന്നും എന്റെ തെറ്റിദ്ധാരണകളല്ല, യാഥാർത്ഥ്യമാണ്. അല്ല നിധി, അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. ഞാൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടില്ല. ശരിയാണ്, ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് സ്വന്തമാക്കിയാൽ മതിയെന്നായിരുന്നു. ഞാൻ പിന്നെ എന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ച് പോയതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നിന്റെ വിവാഹത്തിന് തലേന്ന് സിദ്ധാർത്ഥനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും പോലെ ഞാനും കരുതിയത് അവൻ വിവാഹത്തിൽ നിന്ന് ഒളിച്ചോടിയതാണെന്നാ. അതുകൊണ്ട് തന്നെയാ നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ വേറൊരാളെ തിരഞ്ഞപ്പോൾ ഞാൻ തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. അപ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അത് എൻ്റെ ഫ്രണ്ട്സ് ചെയ്തതാണെന്ന്. ഒരുപക്ഷെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. അറിഞ്ഞോ അറിയാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എനിക്ക് നിന്നോടൊന്ന് അപേക്ഷിക്കാനുള്ളൂ. നിധി എന്നോട് ക്ഷമിക്കണം. ഓ, അപ്പോ ചന്തുവേട്ടൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ചന്തുവേട്ടന്റെ ഫ്രണ്ട്സ് ചെയ്ത് കൂട്ടിയതാണെന്ന് അല്ലേ? എന്നെ ഇനിയും പറഞ്ഞ് പറ്റിക്കാമെന്ന് കരുതണ്ട ചന്തുവേട്ടാ. ഇനിയും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ വിശ്വസിക്കാനും മാത്രം പൊട്ടിയല്ല ഞാൻ. നിങ്ങളുടെ ഈ ചീപ്പ് സെന്റിമെന്റൽ ഡ്രാമാസ് ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. നിങ്ങൾ ഒരു തവണ ഞാൻ വിശ്വസിച്ചു പോയി, അതിന്റെ ഞാനിപ്പോ ഈ അനുഭവിക്കുന്നത്. സോറി നിധി, നിന്റെ ഈ കണ്ണുനീരിന് പകരമായി ഞാൻ എന്ത് പ്രായശ്ചിത്തവും ചെയ്യാൻ തയ്യാറാണ്. എന്തും ചെയ്യാൻ തയ്യാറാണോ? എങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ സിദ്ധാർത്ഥേട്ടനോടൊപ്പമുള്ള എന്റെ ജീവിതം അതെനിക്ക് വാങ്ങിത്തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ലല്ലേ? No, I can't. Because now you are my wife. ഭൂമി പിളർന്ന് രണ്ടായെന്ന് പറഞ്ഞാൽ പോലും ഇനി നിന്നെ മറ്റൊരാളുടെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ? 6 മാസം കഴിഞ്ഞ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. അതെല്ലാം വാഗ്ദാനങ്ങളല്ലേ നിധി. ഞാൻ എൻ്റെ നിരപരാധിത്വം എത്രമാത്രം തുറന്നു കാട്ടിയിട്ടും നീ എന്നെ വിശ്വസിക്കാൻ കൂടി തയ്യാറാകുന്നില്ലല്ലോ. നിന്നെപ്പോലെ തന്നെ എനിക്കുണ്ട് നിധി ഒരു മനസ്സ്. നിന്നെപ്പോലെ തന്നെ ഞാനും വേദനിക്കുന്നുണ്ട്. നീ എന്നെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ അന്ന് ആലോചിക്കാം നമുക്ക് ഡിവോഴ്സിനെ കുറിച്ച്. എന്നെ വീണ്ടും നിങ്ങൾ തോൽപ്പിക്കുകയാണല്ലേ? സമ്മതിക്കില്ല, ഞാൻ ഒന്നിനും ഞാൻ സമ്മതിക്കില്ല. നിന്നെ ആരാ ഇട്ട് ഓടിച്ചത്? എനിക്കൊന്നും അറിയില്ല, ആരൊക്കെയോ ഓടിച്ചു. ഇത് തന്നെയല്ലേ ഡെസ്സാണ് പറഞ്ഞ ഗോഡൗൺ? ഗോഡൗൺ ഇത് തന്നെയാ. ഇവിടെയെങ്ങും ആരും ഇല്ലല്ലോടാ. എന്തേ, ഇവിടെ ആൾക്കാർ വേണമായിരുന്നോ? ഏയ് വേണ്ട വേണ്ട. എന്നാ വാ ഗേറ്റ് ചാടാം. ഇങ്ങനെ കയറി വാശക്കൂ. എന്തിന്? ഗേറ്റ് തുറന്നല്ലേ കിടക്കുന്നത്? നീ എന്നെ എന്തെങ്കിലും വിളിച്ചോ? ഇല്ലടാ മോനെ, നീങ്ങ വാ. നേരെ വഴി കയറി ചെല്ലാൻ ഇത് നിന്റെ അമ്മ വീടല്ല. എന്നാ വാ, നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ കൂടി കയറാം. ഈ ബിൽഡിങ്ങിന് അണ്ടർഗ്രൗണ്ട് ഉണ്ടോ? ബ്ലൂ പ്രിന്റ് എടുക്കണോ? ഓ, നീ ഇവിടെ ബ്ലൂ പ്രിന്റ് എടുത്തോണ്ട് നിൽക്ക്, ഞാൻ പോകുക. എടാ ഞാനും വരണം. കൊള്ളാം. വണ്ടർലയിൽ ടൂർ പോകുന്നത് പോലെ ഒരുത്തി വരുന്നത്. തിരിച്ചു പോകുമ്പോഴേ ഈ ചാട്ടം ഉണ്ടായാൽ മതി. ആ ക്യാമറ ഇങ്ങതാ. എന്നാ ഒരു കാരണവശാലും മുഖത്ത് നിന്ന് മാസ്ക് എടുത്ത് മാറ്റിക്കരുത്, മനസ്സിലായോ? മനസ്സിലായി. നീ അവിടെ നോക്കാം, ഞാൻ ഇവിടെ നോക്കാം. ഇവിടെ ഒരു തേങ്ങയില്ല.
അതെന്താണ് അവിടെ കുറെ മുറി ഉണ്ടല്ലോ? അവിടെയായിരിക്കും ഞാൻ അന്വേഷിച്ചു വന്ന ഡ്രഗ്സ് വെച്ചിരിക്കുന്നത്. എന്താടി ഈടെ പൊട്ട, നിന്നോട് ഞാൻ അവിടെ നോക്കാനല്ലേ പറഞ്ഞത്? അവിടെ ഒന്നും ഇല്ല. എന്നാ അവിടെ നോക്ക്, ഞാൻ അപ്പുറത്ത് നോക്കാം. ഇതെന്തോന്ന്? ഇവിടെ വല്ല സ്വർണ്ണ ബിസ്ക്കറ്റോ മറ്റോ ആണോ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്? എന്തുമാത്രം ലോക്കറാ! പോരാത്തതിന് ചുറ്റും CCTV ക്യാമറ. ഇതൊക്കെ വർക്കിംഗ് ആണോ ആവോ? ഹായ്, കാണുന്നുണ്ടോ എന്നെ? അവസാനം ഞാൻ എത്തേണ്ടടത്തെത്തി. ഇനി നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടല്. എന്നെ കണ്ടല്ലോ, ഇനി എന്നെ തെരഞ്ഞു പിടിച്ച് വന്നോണം. നീയൊക്കെ എവിടെ പോയി കിടക്കുവാണോ? ഒരു പീക്കിരി പെണ്ണ് നിന്റെ ഒക്കെ കണ്ണ് വിട്ട് ചവത്ത് കയറിയത് കണ്ടില്ലേ? പോയി പിടിക്കണം അവളെ. ശകു, നീ അനങ്ങരുത്, അവിടെ തന്നെ നിൽക്കുക. ശകു, വേഗം കയറി പിടിക്കുക. വാ, കേറി വാ. ഇവിടെ നിൽക്കണ്ട, ഓടാ ഓടാ. ശകു, നീ അറിഞ്ഞോ? നമ്മള് പെട്ടു. ഞാൻ നോക്കിക്കോളാം ദുഷുത്, നീ അങ്ങോട്ട് മാറി നിൽക്കുക. Hey boy, you listen and don't take your time. I'm done waiting, it's up to you now. Where you wanna go? Yara, I got my bling on, I got my ring on. 'Cause you know me about to rock this body. Get up and out of my പറ്റിയുണ്ട്. പറ, ആരെ വിളിച്ചു പറയേണ്ടത്? ആരെ വിളിച്ചു പറയാ? നീ അല്ലേ എന്റെ ഗാർഡിയൻ? അതൊക്കെ പണ്ട്. ഇപ്പൊ നിനക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരായി, ബന്ധുക്കളായി. ആരെ വിളിക്കേണ്ടത്? നിധിയെ വിളിക്കട്ടെ? അന്നും ഇന്നും എല്ലാം നീ തന്നെ എന്റെ ഗാർഡിയൻ. അതൊക്കെ നേരെ, ഞാൻ തന്നെ നിന്റെ ഗാർഡിയൻ. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്റെ ബന്ധുക്കളുള്ള സ്ഥിതിക്ക് എനിക്ക് ആരെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റിയല്ല. പറ, ഞാൻ ആരെ വിളിക്കണ്ടേ? ബണ്ണിയെ വിളിച്ചാ മതി. എന്താടി? എന്താ പറ്റിയേ? ഇത് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാ. ആക്സിഡന്റോ? കണ്ട ആക്സിഡന്റ് പറ്റിയതെന്ന് പറയില്ലല്ലോ. അവിടെ ഇവിടെ ഒക്കെ ചതവുണ്ടല്ലോ. ഇത് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് തല്ലി മേടിച്ചത് പോലെ ഉണ്ടല്ലോ. കണ്ടോ അങ്ങനെ തോന്നുന്നു? അപ്പൊ അത് തന്നെ കാണുന്നു. അത് ആക്ച്വലി മിസ്റ്റർ ബദ്രി, അവിടെ എന്താണ് ഉണ്ടായതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.
പിന്നീട് അവിടെ നടന്നത് ചരിത്രമാണ്. ഞാൻ തനേനൊരു മൂലക്കിരുത്തിയിട്ട് പിന്നെ തുടങ്ങിയില്ലേ. ഓ എന്റെ ഓരോ പഞ്ചും അവന്റെ ഭാര്യയിൽ തകർന്നിട്ടുണ്ടായിരിക്കും. ഒറ്റ ഒരെണ്ണം വെച്ച് തന്നുണ്ടല്ലോ. നിനക്കെട്ട് ആദ്യം തരേണ്ടത് എവിടെയെങ്കിലും മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളതിന് അവള് ചാവാൻ വേണ്ടി നടക്കുക. നിനക്കൊന്നും വേറെ പണിയില്ലേ? നേരെ അവരുടെ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ നിനക്ക് വട്ടാണോടി? വട്ടൊന്നുമില്ല. അതിന് ബണ്ണി എന്തിനാ ദേഷ്യപ്പെടുന്നത്? അല്ലടി, ഇങ്ങനെ കാണിച്ചതിന് നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാം. അതൊന്നും വേണ്ട, വഴക്ക് പറയാതിരുന്നാ മതി. അയ്യ, കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കാൻ പറ്റിയൊരു സാധനം. രണ്ട് വരുന്നുണ്ട് എന്റെ കൂടെ. ഇതെന്താ ഇത്ര സൈലൻസ്? ഇവനെന്തോന്നും മിണ്ടാത്തെ? ബണ്ണി ദേഷ്യപ്പെടുന്നത് കാണാൻ ഒരു ഭംഗിയും ഇല്ല. ദേഷ്യപ്പെടുന്നത് വാ, എനിക്കറിഞ്ഞൂടാ. ഇത് എന്റെ വീട്ടിലേക്ക് പോകാനുള്ള റൂട്ടല്ലല്ലോ. അതെ, വീട്ടിലേക്ക് പോകാനുള്ള വഴി മറന്നു തോന്നുന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി മറന്നിട്ടില്ല. നീ ഇനി എന്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ഞാനോ? ഞാൻ അക്സ ഇല്ലാതെ വരില്ല. അവളോടും കൂടെ വന്ന് നിൽക്കാൻ പറ. നിങ്ങളെല്ലാം അങ്ങനെ തീരുമാനിച്ച സ്ഥിതിക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കിയിടായിരുന്ന ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേനെ. ബൈ ഷകു. ബൈ. നമ്മൾ പോകുന്നില്ലേ? ഞാനെന്താ നിന്റെ ഡ്രൈവറോ? ഫ്രണ്ട് സീറ്റ് വന്നിരിക്കേ. ഞാൻ ഇനി പ്രത്യേകം പറയണോ സീറ്റ് ബെൽറ്റ് ഇടാൻ? സീറ്റ് ബെൽറ്റ് ഇടും. ഇല്ല. ഇടാൻ പറഞ്ഞ എന്താ? അതെന്റെ ഷോൾഡർ മുറിഞ്ഞിരിക്കുക. അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ഇന്ന് നിന്റെ വാലെന്തിയേ? എന്റെ വാലോ? അക്സ എന്തിയെന്ന്? അക്സ അവള് കോളേജിൽ പോയി. അതെന്താ, നിനക്ക് കോളേജിൽ പോകണ്ടായിരുന്നോ? ഞാൻ ഇന്ന് പോയില്ല. ഇറങ്ങി. വരണം. അമ്മ, ദാന ഇനി ഇവിടെ നിൽക്കാൻ പോകുന്നത്. പുറകെ ഇവിടെ ഫ്രണ്ട് അക്സയും കൂടെ വരും. ആയിക്കോട്ടെ. അവനൊരു പേരുണ്ട്. അതെ, അവനൊരു പേരുണ്ട്. ബണ്ണിയുടെ പട്ടിക്കുട്ടൻ ബമ്മി. ഇവനെന്ത് പറ്റി? പിന്നെ മുഖം കടന്നൊരു കുത്തി പോലെ ഇരിക്കുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ. കൊറേ നേരം ഈ മുഖം അങ്ങനെ ഇരിക്കുന്നു. ബണ്ണി പ്രോബ്ലം ബണ്ണി? കൊറേ നേരമല്ലോ മുഖം എത്തി പിടിച്ചോണ്ട് നടക്കുന്നു. എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. നീ നിന്റെ പണി നോക്കി പോയതനാ. ഇല്ല, ഞാൻ പോകത്തില്ല. നിന്റെ പ്രോബ്ലം എന്താന്ന് അറിയാതെ ഞാൻ പോകത്തില്ല. എടി, നിന്നോടല്ലേ പറഞ്ഞു എനിക്കൊരു പ്രോബ്ലം ഇല്ലെന്ന്. പറയടാ പാട്ടി. എനിക്കൊരു പ്രോബ്ലം ഇല്ല താനാ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വേണ്ടാത്ത പണിക്കൊന്നും പോവരുത്. വേണ്ടാത്ത ഗുരുമാലൊന്നും ചെന്ന് പേടരുത്. ഇനി അഥവാ നിനക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ എന്നോട് പറയാം, ഞാൻ കൊണ്ടുപോകാം. എന്ന് തന്നെ കണ്ടില്ലേ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം. അവരുടെ എങ്ങാനും കയ്യിൽ പെട്ടിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അതിന് നീ എന്തിനാ ഇത്ര വെറിയിടാവുന്നത്? ഞാൻ മുമ്പ് ഇതുപോലൊക്കെ തന്നെ പോയിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനെ പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. എപ്പോഴും ഒരുപോലെ ആവണമെന്നുണ്ടോ? എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല, പക്ഷെ ഞാൻ രക്ഷപ്പെടും. ഈ അഹങ്കാരം ഒട്ടും നല്ലതിനല്ല ധന. ഓക്കെ, ഫൈൻ. എന്നാ എനിക്ക് പോകാനുള്ള സ്ഥലത്തൊക്കെ നീ എന്റെ കൂടെ എന്റെ ബോഡി ഗാർഡായിട്ട് വാ. ഓക്കെ, നിനക്ക് എപ്പോ എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. അതെ, എന്താ ഇവിടെ ഇരിക്കുന്നേ? പാതിരാത്രിയാണ്, ഉറങ്ങാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? നീ എനിക്ക് വേറെ റൂം എടുത്തതാ. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോളാം. ബെസ്റ്റ്. അത് എവിടുത്തെ ഏർപ്പാട്? ഹണിമൂൺ വന്നിട്ട് രണ്ടും രണ്ട് റൂമിലോ? അതൊന്നും ഇവിടെ നടക്കത്തില്ല. എന്റെ പൊന്നദാസേ, നീ ആ വാക്ക് ഉച്ചരിക്കരുത് പ്ലീസ്. നീ എനിക്ക് പറ്റുമെങ്കിൽ വേറൊരു റൂം എടുത്തതാ. സോറി മോനെ, നടക്കില്ല. നിനക്കിനി ഞാൻ വേറൊരു സെപ്പറേറ്റ് റൂമിന് ഇവിടെ തരത്തില്ല. നിങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങളെ സെറ്റ് ആക്കിയിട്ട് ഞാൻ വിടത്തുള്ളൂ.
നീ അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് ഞങ്ങൾ രണ്ടുപേരും സെറ്റാകാൻ. അത് ഞാൻ വിചാരിച്ചാലും അത് നിധി വിചാരിക്കാൻ പോകുന്നില്ല. നീ ഇനി എനിക്ക് ഇവിടെ ഒരു റൂം തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ വേറെ ഏതെങ്കിലും റിസോർട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ. ശരിടാ, ഇവനിത് എന്ത് വർത്തമാനായി പറയുന്നത്? ഹണിമൂണിന് വന്നിട്ട് രണ്ടും വേറെ റിസോർട്ടിലോ? നിന്നെ കാണാതായ നിധി അന്വേഷിക്കില്ലേ? നിധി എന്നെ അന്വേഷിക്കാൻ. ഞാൻ ചത്താലും അവൾ എന്നെ അന്വേഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണാം. അല്ലടാ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ചിലപ്പോൾ അവൾ നിന്നെ കാണാതായ അന്വേഷിച്ചാലോ? അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അലിവെങ്കിലും നിന്നോടുണ്ടെങ്കിലോ? നിധി എന്നെ അന്വേഷിക്കുമോ? നീ അധികം ഹോപ്പൊന്നും വെക്കണ്ട. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നീ വെറുതെ വിഷമിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കാം. നീ തൽക്കാലം എന്റെ റൂമിലേക്ക് വാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇവന്റെ ഐഡിയയെ മാനിക്കുന്ന എന്നെ സമ്മതിക്കണം. നാളെ സന്തോഷം തമ്മ പിടിക്കും. എന്റെ വിഷമങ്ങളൊക്കെ അങ്ങ് തീരട്ടെ. സമയം 12 കഴിഞ്ഞു. ഇത്രയും നേരമായിട്ട് എന്താ അയാൾ വരാത്തത്? എവിടെയായിരിക്കും? ഹലോ മോളെ നിധി. ഹലോ, ആ പറ ഗീതമ്മ. മോളെ ചന്തു എവിടെ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എപ്പോൾ തൊട്ട് വിളിക്കുന്നതാണെന്നറിയാമോ? ചന്തുവേട്ടൻ നേരത്തെ ഉറങ്ങിയല്ലോ. അവനെ വിളിച്ചിട്ട് അവന്റെ ഫോൺ കിട്ടുന്നില്ല. അതാ മോളെ വിളിച്ചത്. ഫോൺ ഇവിടെ സ്വിച്ച് ഓഫ് ആയായിരുന്നു. അതുകൊണ്ട് ചാർജ് ആവാൻ ഇട്ടേക്കുവാ. എന്തായാലും മോൾ അവനോടൊന്ന് പറ, നാളെ വിളിക്കണമെന്ന്. പറയാം. മോള് കിടന്നില്ലായിരുന്നോ? ഞാൻ ഉറങ്ങാൻ പോകുമായിരുന്നു. അപ്പോഴാണ് അമ്മ വിളിച്ചത്. ശരി. എവിടെ പോയതായിരിക്കും? എൻ്റെ കയ്യിലാണെങ്കിൽ നമ്പരും ഇല്ല. വേറെ എവിടെ പോകാൻ? ഈ സ്ഥലങ്ങളൊക്കെ ചന്തുവേട്ടന് പരിചയമുള്ളതല്ലേ. എനിക്കല്ലേ ഇവിടം പരിചയമില്ലാത്തത്. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാതിരിക്കില്ലല്ലോ. ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ എവിടെ പോയതായിരുന്നു എന്ന്. ഇത്രയുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം. പോകുമ്പോൾ എവിടെയാ പോകുന്നത് എന്നൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ഇതെന്ത് തരം പുതിയ അഭിനയമാണ്? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞൂടെ? അറ്റ്ലീസ്റ്റ് ആരെങ്കിലും വിളിക്കുമ്പോൾ ഫോണെങ്കിലും എടുത്തുകൂടെ? ഇന്നലെ ഗീതമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. സമയം കിട്ടുവാണെങ്കിൽ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഇനി വിളിക്കുന്നൊന്നുമില്ല. നമ്മൾ തിരിച്ചു പോകുക. നിനക്ക് താല്പര്യമില്ലാതില്ല ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട. വേഗം റെഡിയാകുക, പോകാം. ഇതിനാണ് ഹണിമൂൺ ട്രിപ്പിന് പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ തിരിച്ചു വന്നോ? 3-4 ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതമ്മ, അവിടെ ചെന്നിട്ട് നിധിക്ക് ചെറുതായിട്ട് കോൾഡ് വന്നു. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും പോകാന്ന് വിചാരിച്ചു. ആണോ? ഇപ്പൊ എങ്ങനെയുണ്ട് നിധി? ഇപ്പൊ കുഴപ്പമില്ലമ്മേ. ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്നാ മോള് പോയി റെസ്റ്റ് എടുത്തോ. ചന്തു, നീയും പോയി റെസ്റ്റ് എടുത്തോ. ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നതല്ലേ. I'm really sorry ധന. എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ആരോടും പറയാൻ കഴിയില്ല. എന്നാലും അതങ്ങനെയല്ലല്ലോ. I'm really sorry ധന. എനിക്ക് എൻ്റെ ഐഡന്റിറ്റി പറയാൻ പറ്റില്ല. ആത്മഗുപ്ത. എന്നാലും അവനെന്തിനായിരിക്കും എന്നെ രക്ഷിച്ചത്? ആത്മഗുപ്ത, ആത്മഗുപ്ത, ഗുപ്തൻ, ഗുപ്തൻ. ഇവനിന്റെ ഗുപ്ത വംശത്തിലുള്ള ആരെങ്കിലും? ഹേയ്, അങ്ങനെ ഒരു വംശമൊക്കെ ഉണ്ടോ? കാണുമായിരിക്കും. I'm really sorry ധന. എനിക്ക് എൻ്റെ ഐഡന്റിറ്റി പറയാൻ പറ്റില്ല. മലയാളിയാണ്. I'm really sorry ധന. I'm really sorry ധന. That's my name. എന്റെ പേര് എങ്ങനെ ഞങ്ങൾക്കറിയാം? ഞാനിതെന്താ ശ്രദ്ധിക്കാതിരുന്നത്? ഇതെങ്ങോട്ടാ? ഞാൻ ദുഷ്യന്റെ അടുത്ത് പോവാ. നീ ഇപ്പോൾ എങ്ങും പോകുന്നില്ല. ഇല്ല, ഇപ്പൊ എനിക്ക് പോണം. ഞങ്ങൾക്കൊരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പൊ പോണം. മാറി. നീ ഇപ്പോൾ എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞ് എങ്ങും പോകുന്നില്ല. എനിക്ക് പോയാ പറ്റൂ. ധന, ഞാൻ ഒന്ന് പറഞ്ഞു, നീ ഇന്ന് പോകുന്നില്ല. എന്നാ നീ വാ. നീ അല്ലേ പറഞ്ഞത്
പറഞ്ഞത് എന്നെ എവിടെ വേണേലും കൊണ്ടുപോകാമെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് വയ്യ, ഞാൻ നല്ല ടയർഡാണ്. നമുക്ക് നാളെ പോകാം ബാബാ. ഇപ്പൊ എനിക്ക് പോകണം, എന്റെ വീട് എനിക്ക് പോകണം. മേഡം വീട്ടിൽ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു, എനിക്കിത് പറയണോട് അവനോട്. അതൊക്കെ നാളെ നമുക്ക് അവനോട് പറയാന്നേ. അമ്മ, അവളെങ്ങും പോവാതെ അവളുടെ മേലിലൊരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം. തീർച്ചയായും എന്റെ ഒരു കണ്ണല്ല 2 കണ്ണും തലയുടെ മേലുണ്ട്. ഞാൻ ദുഷ്യോനോട് പറഞ്ഞോളാം ചെയ്തു തരാൻ. ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ അവൻ നിന്റെ ആരാ? നിന്റെ കെട്ടിയോനോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ വണ്ടി എന്റെ ആരാ? എന്നെ തൊടരുത് നിങ്ങൾ. തൊട്ടാൽ നീ എന്ത് ചെയ്യും? Hey, hey you guys, show me your face. അതെല്ലാം വിചാരിക്കുന്നേ, അവര് കറക്റ്റ് ആയിട്ട് നിന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്ന്. നമ്മൾ അവിടെ ചെന്നിട്ട് മാസ്ക് പോലും ഊരിയിട്ടില്ല.